സലഫി എന്ന് പറയുന്ന എന്റെ പേരിൽ ഒരു ആരോപണം പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു കള്ളത്തരം. എന്താണെന്നറിയോ? ഹുസൈൻ സലഫി, നിങ്ങളുടെ നേതാവ് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട്, മരിച്ചയിടത്ത് ഖുർആൻ ഓതണം, മരിച്ചയിടത്ത് യാസീൻ ഓതണം. കണ്ടോ കണ്ടോ, ഇതാ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരു പ്രസംഗത്തിൽ നിന്ന് 3 സ്ഥലത്ത് കത്രിക വെച്ച് മുറിച്ചിട്ട് ഏച്ചൂട്ടിയിട്ട് കള്ള ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് നടുക്കെന്ന് കുറെ അകറ്റി മാറ്റിയിട്ട് എന്റെ പേരിൽ ഒരു നോണ. ഞാൻ ആ മുറിച്ച ഭാഗങ്ങളിലൊക്കെ ഞാൻ പറയണെന്താ, ഓതരുത്, ഓതാനല്ല പറഞ്ഞത്, മറിച്ച് ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. അവിടെ ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടില്ല, യാസീൻ ഓതാൻ പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയാൻ. ആ ഭാഗമൊക്കെ മുറിച്ചു. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ അവിടെ നല്ലത് പറയണേ, നല്ലത് ഖുർആനാണ്, അപ്പൊ ഖുർആൻ ഓതണം എന്നാ മൗലവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. അതൊക്കെ വാട്സപ്പിൽ സലഫികളുടെയൊക്കെ കയ്യിൽ എന്താണ് ആ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞത് എന്നുള്ള യഥാർത്ഥ രൂപമൊക്കെ എല്ലാവരും കയ്യിലുണ്ട്. ആരുടെയെങ്കിലും കൈകളിൽ വാട്സപ്പിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റിദ്ധരിച്ച പാവങ്ങൾ ഉണ്ടാകും. അവർക്കൊക്കെ നിങ്ങൾ ഉടനെ ഫോർവേഡ് ചെയ്യണം, സെൻഡ് ചെയ്ത് കൊടുക്കണം. ഷാർജയിൽ വെച്ച് 1 മണിക്കൂർ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ 3 സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ് 1.5 മിനിറ്റ് ക്ലിപ്പ് ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കണം. അതിലെന്താ പറയുന്നത്? അപ്പുറപ്പുറം മുറിച്ചു. തനിച്ച ജൂതന്റെ പരിപാടി, ജൂതനൊരു പരിപാടി. എന്താ അറിയാം? ഖുർആനിൽ ജൂതൻ പറയണം, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. ഖുർആനിൽ ആയത്താ. യഹൂദി നസ്രാനിയും പറയണത് സ്വർഗത്തിൽ പ്രവേശിക്കൂല ജൂതനായാലല്ലാതെ, നസ്രാനിയായാലല്ലാതെ. ഖുർആനിൽ ആയത്തുണ്ട് എന്ന് ജൂതനും നസ്രാനിയും പറഞ്ഞു നടക്കുക. നിങ്ങളെ ഖുർആനിലുണ്ട്, എടുത്തോക്ക്. നിങ്ങളെ ഖുർആനിൽ നിങ്ങൾ അല്ലേ പറയുന്നത്? എന്ത്? യഹൂദി ആയിക്കോ സ്വർഗമുണ്ട്, നസ്രാനി ആയിക്കോ സ്വർഗമുണ്ട്. ആഹാ, അങ്ങനെ ഉണ്ടോ? പലരും മൂക്കത്ത് വിരൽ വെച്ചു. അങ്ങനെ ഉണ്ടോ? ഏതാ ആയത്ത്? ഏതാ എന്ന ആയത്ത്? ഇന്ന നമ്പർ ഇന്ന സൂറത്ത്. പരിശോധിച്ചു നോക്കുമ്പോ എന്താ? ജൂതൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവ ആദ്യവും കട്ടിക്കണ്, അവസാനവും കെട്ടണ്. എന്താ ആദ്യത്തിൽ? വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. അവസാനവും കട്ടു. അതെന്താ? തിൽക അമാനിയുഹും ഖുൽ ഹാതൂ ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. വഖാലൂ, അവര് പറയുന്നു, അല്ലാഹു പറയണേ, അവര് പറയുന്നു. ആര്? യഹൂദിയും നസ്രാനിയും ഒക്കെ പറയുന്നു. എന്താ പറയുന്നത്? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. യഹൂദിയും നസ്രാനിയുമായാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതിന്റെ അവസാനം എന്താ? തിൽക അമാനിയുഹും, അതവരുടെ പൂതി മാത്രമാണ്. അല്ലാഹു പറയുന്നു, അതവരുടെ പൂതി മാത്രമാണ്. ഖുൽ ഹാതൂ ബുർഹാനകും, നബിയെ പറയൂ അവരോട്, കൊണ്ടുവാടാ നിങ്ങളുടെ തെളിവ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവാടോ ഇതിനുള്ള തെളിവ്. അതൊക്കെ മുറിച്ചിട്ട് താലിയും വാലുലെ മത്തി നന്നാക്കും പോലെയാണ് നായത്ത് നന്നാക്കി. താലിയും കട്ടിയത്, വാലിയും കട്ടിയത്. ഒരു നടുക്കണ്ടങ്ങട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, കണ്ടോ, മര്യാദക്ക് യഹൂദി ആയിക്കോ നസ്രാനി ആയിക്കോ അല്ല മുസ്ലിമായിട്ടൊന്നും കാര്യമില്ല, സ്വർഗത്ത് കയറൂല. ഖുർആനിലുണ്ട്, ഖുർആനിലെ അള്ള പറഞ്ഞിട്ടുണ്ട്. എന്താ അള്ള പറഞ്ഞത്? ആദ്യം കേട്ടോ, ഇതേ തനിച്ച യഹൂദിയുടെ സംസ്കാരം ചില മുസ്ലിയാക്കന്മാര് ചെയ്തു. അവർ ഈ ഉള്ളവന്റെ പ്രസംഗം, അള്ളാന്റെ ഖുർആനിൽ തിരിമറി നടത്തുന്ന കമ്പനിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്ന കമ്പനിക്ക്, അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ബോംബെയിലെ തെരുവിലെ ഏതോ ഒരു പെണ്ണിന്റെ നീളമുള്ള മുടിക്കെട്ടും കൊണ്ടുവന്ന് തങ്ങളുടേതായ മർക്കസിൽ വെച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കൊടുത്തിട്ട് സമൂഹത്തെ മയക്കിക്കിടത്തിയ കമ്പനിക്ക് സാധുവായ എന്റെ പേരിൽ നുണ പറയാൻ വല്ല മടിയുമുണ്ടാകുമോ? ചിന്തിക്ക്, ആലോചിക്ക്. ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് എത്ര കാലം മുന്നോട്ട് പോകും? അതുകൊണ്ട് സത്യം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടാകട്ടെ. ഹബീബിനെ സ്നേഹിക്ക്. മുത്തു മുസ്തഫ പറഞ്ഞതുപോലെയുള്ള വീടുകളാവട്ടെ. അവിടെ ദിക്റുകൾ വേണം, ഖുർആനോത്ത് വേണം. അവിടെ സിനിമ വേണ്ട, അവിടെ സീരിയലുകൾ വേണ്ട, അവിടെ ശൈത്താന്റെ സംഗീതം വേണ്ട. അവിടെ 5 നേരത്തെ നിസ്കാരം ആ വീട്ടിലുള്ള മുഴുവൻ മെമ്പർമാരും നടത്തണം. പള്ളിയിലേക്ക് പോയി അവർ നിസ്കരിക്കട്ടെ.